സിനിമ കാണുന്നതിന് മുന്നേ കണ്ടില്ല ഏത് മൂഡ് അത്തം മൂഡ് ഏത് മൂഡ് ഓണം മൂഡ് എന്ന് പാടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ സിനിമ കണ്ടതിന് ശേഷം ഏത് മൂഡ് ഡെസ്പ് മൂഡ് ഏത് മൂഡ് ഒലക്കയുടെ മൂഡ് ഏത് മൂഡ് ഒന്ന് വായ മൂഡ് എന്ന് പറയേണ്ട അവസ്ഥയായി. സാഹസം എന്നുള്ള മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് സ്ക്രീൻ 3 വന്നിരിക്കുകയാണ്. കണ്ടിട്ട് അഭിപ്രായം ഉണ്ടെന്നുള്ള പറയാം. ഇന്ന് എനിക്ക് കുറച്ചധികം ഫുഡ് വാങ്ങേണ്ടി വന്നു. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ പാർക്കിംഗ് ലോട്ടിൽ സ്റ്റക്കായി പോയി ഗൈസ്. കാരണം 2 പടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ഞാൻ കാറ് മാറ്റിയിട്ടില്ല, അതുകൊണ്ട് പണി കിട്ടി. സാഹസം ഇതെൻ്റെ ഇന്നത്തെ 2ാമത്തെ സിനിമയാണ്. ഞാൻ വലിയ ഒരു സാഹസമാണ് കാണിച്ചത് ഈ സിനിമ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഓൺസെമ്പിൾ കാസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ. ഗൗരി കിഷൻ, റംസാൻ, ഭഗത് ഇമാനുവൽ എന്നല്ലേ നമ്മുടെ തട്ടത്ത് മറയത്തിലെ മച്ചാൻ്റെ പേര്, അജു വർഗീസ്, നരേൻ, അങ്ങനെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ബൈജു ചേട്ടൻ, അങ്ങനെ പറയാൻ പോയ ഒരുപാട് പേരുണ്ട്, ഇൻക്ലൂഡിങ് ബാബു ആൻ്റണി. പക്ഷേ എനിക്കെന്താ തോന്നിയെന്ന് ഞാൻ തുറന്നു പറയട്ടെ. ഇവരെല്ലാവരും വിളിച്ചു വരുത്തി ഈ സിനിമയിൽ അഭിനയിപ്പിച്ച് അപമാനിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. മര്യാദക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അജു വർഗീസ്. അജു വർഗീസിനെ ഇതിൽ കൊണ്ടുവന്ന് ഫീൽഡ് ഔട്ടാക്കാൻ ശ്രമിപ്പിച്ചു എന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോയത്. പക്ഷെ അങ്ങനെയൊന്നും മച്ചാൻ ഫീൽഡ് ഔട്ടായി പോവില്ല, കാരണം കഴിവുള്ള നടനാണ്. ബാക്കി എല്ലാവരും നല്ല നല്ല സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ്. ഇവരെയൊക്കെ എന്തിനാണ് ഇതിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോയത് സിനിമ കണ്ടിട്ട്. ഈ കൊല്ലം ഞാൻ കണ്ടതിൽ ഞാൻ നിസ്സംശയം പറയും, വൺ ഓഫ് ദ വേസ്റ്റ് മൂവീസ് ഐ ഹാവ് സീൻ ദിസ് ഇയർ. അത്രയും പത്തറ്റിക്കായിട്ട് തോന്നിയ ഒരു സിനിമ. തികച്ചും എൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ അഭിപ്രായം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു അതിഗംഭീര സിനിമയായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് അനുഭവിച്ച് സ്വയം മനസ്സിലാക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. എന്ന് വെച്ചിട്ട് മറ്റുള്ള ഒരാൾ പോലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സിനിമ കാണാതിരിക്കരുത് എന്നുകൂടെ ഞാൻ പറയുന്നു. കാരണം സിനിമ ഭക്ഷണം പോലെയും കളറൊക്കെ പോലെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് ഇത് ദഹിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മോശം സിനിമയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതൊരു മോശം സിനിമയായിട്ട് തോന്നി, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. എന്തായാലും ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് തീർത്തത്. ഫസ്റ്റ് ഹാഫിൻ്റെ ടൈമിൽ ഞാൻ ഭക്ഷണം കാര്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 2 വെജ് പപ്സ് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വനിതയെന്ന്. സെക്കൻഡ് ഹാഫ് എനിക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് തോന്നിയുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 190 രൂപയുടെ, ഞാൻ യൂഷ്വലി മേടിക്കാത്തൊരു സാധനമാണ് അത്രയും വലിയ ഒരു പോപ്കോൺ ബക്കറ്റ്. അനുഭവം ഉണ്ടെങ്കിൽ പോലും 100 രൂപയാണ് അനുഭവം മേടിക്കാറ്. ഞാൻ ആ ഒരു 190 രൂപ പോപ്കോൺ ബക്കറ്റ് മേടിച്ചിരുന്ന് തിന്ന് ആർമതിച്ചു. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടു തീർത്തതെന്ന് പറയേണ്ടി വരും. എനിക്കിതൊരു മെഗാ ടോർച്ചർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനെ ഒരു മലങ്കൽട്ടായിട്ട് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ കണ്ടിരിക്കുക എന്നുള്ളത്. കാരണം ഓരോ ഞാൻ ഇഷ്ടപ്പെടുന്ന നടീനടന്മാരെയും ഇതിനകത്ത് കൊണ്ടുവന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയ ഒരു സിനിമ. ഫണ്ണായിട്ട് കാണിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഫണ്ണായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് കരച്ചിലാണ് വന്നതൊക്കെ കണ്ടിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. ചിലയിടത്ത് ചിരി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കോമഡിക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ ചിരി വരും. പക്ഷേ ആസ്വദിച്ചോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് പട്ടാളം എന്നുള്ള സിനിമയിലുണ്ടായിരുന്ന നടീന ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ വഴിക്ക് കഴിഞ്ഞ് പുള്ളിക്കാരിയെ തിരിച്ച് ഓടിച്ചു വിട്ട ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. ഇതിനകത്തുള്ള ഒരു സാധനം ഉണ്ടേ. എനിക്ക് ഓർമ്മ വന്നത് ഡാർക്ക് നൈറ്റ് റൈസസ് എന്നുള്ള സിനിമയിൽ അതിനകത്ത് ഒരു സ്ത്രീ വെടികൊണ്ട് മരിക്കുന്ന സീനുണ്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ലോക സിനിമാ ചരിത്രത്തിൽ അതും ഒരു നോളൻ്റെ സിനിമയിൽ ഞാൻ ജന്മത്ത് പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. അമ്മാതി ലെവൽ ഒരു ക്രിഞ്ച് മലങ്കൾട്ട് പ്രോ ലെവൽ ഒരു ഡെത്ത് സീൻ. അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ അഭിനയിച്ചടിച്ചത് ഇങ്ങനെ മരിക്കുന്ന പോലെ ഒരു സാധനം ഇതിനകത്തുണ്ട്. എൻ്റെ മോനെ എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ട്. അത്ര ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എന്തായാലും ഈ സിനിമ ചിലപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടേക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു അഭിരുചി പോലെ ഇരിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും കോട്ട് ചെയ്യാണ്, നിങ്ങൾ ഈ സിനിമ സ്വയം ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ട് ആസ്വദിച്ച്
ആസ്വദിക്കാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്, എനിക്ക് സന്തോഷമുള്ള കാര്യത്തിൽ. പക്ഷേ എനിക്ക് ഈ സിനിമ തീരെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതിനകത്ത് വേറെയും കുറേ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഭയങ്കര അണ്ടർ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ വേസ്റ്റഡ് ദെയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വേസ്റ്റഡ് ദെയർ ടൈം എന്നുള്ള ഒരു തോന്നലൊക്കെയാണ് എനിക്ക് തോന്നിയത്. ജീവ ഇതിനകത്ത് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജീവ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത്ര എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഈ ബൈജു ചേട്ടനും കുഞ്ചാക്കോന്നായിരുന്നു നമ്മുടെ, അയ്യോ പുള്ളിയുടെ പേര് പെട്ടെന്ന് മറന്നുപോയി. എനിക്ക് ആ ലെവലിൽ എനിക്ക് വെറുത്തു പോയി. അതാണ് ഞാൻ പറയണത്. ബാബു ആൻ്റണി ചേട്ടനെയൊക്കെ ഒരുമാതിരി ഈ പ്രിയദർശൻ്റെ സിനിമയൊക്കെ കണ്ട് വളർന്ന ഒരാൾ അതുപോലൊരു സിനിമ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു മലങ്കൾട്ട് എടുക്കാൻ ശ്രമിച്ചിട്ട് അതുപോലും അല്ലാത്ത ഒരു അവസ്ഥയായിട്ട് ഒരു 144p വേസ്റ്റ് വെർഷൻ ഓഫ് ഒരു പ്രിയദർശൻ മൂവി ഒക്കെ എടുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. വെട്ടത്തിൻ്റെയൊക്കെ ഒരു സ്പൂഫ് എടുത്ത് അത് അൽക്കുലുത്താക്കി നശിപ്പിച്ച് ഒരു സീരിയൽ ലെവൽ അല്ലെങ്കിൽ ഒരു ബി ഗ്രേഡ് മൂവി ലെവൽ ഒരു സാധനമാക്കിയ മാറ്റിയ ഒരു ഫീല് അതാണ് എനിക്ക് കിട്ടിയേട്ടാ. എനിക്ക് വേറെ എന്താ പറയണമെന്ന് അറിയില്ല. എനിക്ക് വെറുത്തു പോയി എന്ന് പറഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഈ സിനിമയിൽ. പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല. ക്യാമറ വർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പാട്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് മറ്റേ ഏത് മൂഡ് ഒലക്കട മൂഡ് എന്ന് പറഞ്ഞ ഒരു മീം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നിപ്പോയത്. അതാണ് ആ ഒരു സാധനം സിനിമ കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആ പാട്ട് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്താണ്. വീട്ടിൽ അത് കേൾക്കാനൊക്കെ രസമുണ്ടായിരുന്നു. റീൽസൊക്കെ ഇട്ട് ഓരോരുത്തർ ഇനിയിപ്പോൾ ഓണം വരുമ്പോഴേക്കും മൊത്തം അതായിരിക്കും. ഇനി നാട്ടിലുള്ള ആൾക്കാരൊന്നും റീൽസ് ഇടേണ്ട കാര്യമില്ല. കാരണം ഈ സിനിമാക്കാർ ഈ സിനിമയുടെ അകത്ത് റീൽസ് ഇങ്ങനെ ഓരോരുത്തർ കാണുന്ന പോലെ പറ സിനിമയിൽ ഈ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. ആകെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഒരേ ഒരു BGM കൊടുത്തുള്ളൂ. അത് ഈ സാധനം ഏത് മൂഡ് ഒലക്കട മൂഡ് ഈ സാധനം ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ. സിനിമ ഉണ്ടായപ്പോൾ എനിക്ക് അതാണ് പറയുന്നത്. ആരെങ്കിലും വന്നിട്ട് ഇത് ഏത് മൂഡ് എന്ന് വെച്ചാൽ ഒലക്കട മൂഡ് എന്ന് പറയാനേ തോന്നുള്ളൂ. എനിക്ക് വേറെ വല്ലതൊക്കെ വരണം, ഞാൻ പറയാനുള്ള. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. ഈ വെറുപ്പിച്ച് ആ പാട്ട് കൂടെ വെറുപ്പിച്ച് കളഞ്ഞടേ. ഇനി ആ പാട്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഇനി ആ പാട്ടിലേക്ക് തിരിച്ചു പോക്ക് കഷ്ടം തോന്നിപ്പോയി. റംസാനൊക്കെ എന്തെന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്. ആ റൈഫിൾ ക്ലബ്ബിലൊക്കെ നന്നായിട്ട് അഭിനയിച്ച റംസാനൊക്കെ കൊണ്ടുവന്നിട്ട് എന്താടേ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിടും. പിന്നെ മറ്റേ സൂപ്പർ സ്റ്റേഷനിലുള്ള മച്ചാൻ ഇതിനകത്തുള്ളൂ. പുള്ളി ഈയിടെയായിട്ട് ഇപ്പോൾ കുറേ സിനിമയിൽ ഭയങ്കര വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ടൊക്കെ വരുന്നത്. ഇതിനകത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് മറ്റേ മീമ പറയുന്നത് കാരണം അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ ഇതിലും ഒരു ഇഷ്ടപ്പെടാൻ പറ്റാത്ത രീതിയിലൊരു ക്യാരക്ടർ. വേറെ വാക്കൊക്കെ വരുന്നുണ്ട്, ഇല്ല വേണ്ട, ഞാൻ കൺട്രോൾ എന്ന് പറയാനാണ്. എന്തായാലും എനിക്ക് ഈ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. കാരണം ദ മോർ ഐ ടോക്ക് അബൌട്ട് ഇറ്റ് മോർ ഇറിറ്റേറ്റഡ് ഐ ഗെറ്റ്. അപ്പോൾ ഇതിൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടി വേറെ സിനിമ കണ്ട ഒരവസ്ഥയായിരുന്നു. ഇത് ഏതാണ്ട് ഈ ഡയറക്ടർ ഈ ബിബിൻ എന്ന് പറഞ്ഞ മച്ചാൻ ഏതവനാണെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഞാനൊരു അത്ഭുതം കണ്ടത്. 21 ഗ്രാംസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അനൂപ് മേനോൻ അഭിനയിച്ചിട്ടുള്ള. ആ സിനിമ ഡയറക്റ്റ് ചെയ്ത മച്ചാനാണ്. എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ആ തിയേറ്ററിൽ ഞാൻ വന്ന് കാണുകയും ചെയ്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. എൻ്റെ പൊന്നെ, ആ മച്ചാനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടേ. അതേപോലെ തന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ ആൽബി, ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അമൽഗീരത്തിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ കൂടെയൊക്കെ കിഡിലിനായിട്ട് ആയം ടോണിയൊക്കെ എടുത്തു വെച്ച മച്ചാനാണ്. അന്യായ സിനിമാറ്റോഗ്രാഫറാണ്. ഷൈജു ഖാലിദിൻ്റെ ആ ഒരു പോർഷൻ ഓഫ് മൂവിയുണ്ട്, സുഭദ്ര എന്നെന്തോ ആയിരുന്നു അതിൻ്റെ, സൗദാമിനിയ സുഭദ്ര അങ്ങനെ എന്തോ, നമ്മുടെ 5 സുന്ദരികളിൽ മറ്റേ മന്ദാരക്കാറ്റ്, അതിൻ്റെ ക്യാമറമാനാണ്. ആ മച്ചാനാണ് ഇതിനകത്തൊക്കെ വർക്ക്. എന്ത് പറ്റിയേ എനിക്ക് മനസ്സിലാവുള്ള. സത്യം പറയാല്ലേ, ഞാൻ ഞെട്ടിപ്പോയി ഇവരുടെ പേരൊക്കെ കണ്ടപ്പോഴേക്കും. ഞാൻ ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ ഇതൊന്നും അല്ല. ഇന്ത് ലെവൽ ഒരു അപരാധം എടുത്ത് വെച്ചേക്കണേൽ എനിക്ക് അപരാധമായിട്ടാണ് തോന്നിയത്. എനിക്ക് സങ്കടം തോന്നിപ്പോയിട്ടാ ഈ പേരുകളിപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയോണ്ടാണ് ഞാനത്. എനിക്കറിയില്ല വാട്ട് ഹാപ്പൻ ടു യു ഗൈസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇനി എനിക്ക് വർക്കാവാത്തതുകൊണ്ടാണ് എന്തോ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരാണത് ചെയ്തതെന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ശരിയല്ലേ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാം. PR ടീംസ് എന്താണെന്ന് വെച്ചാൽ വന്ന് പറഞ്ഞു, എനിക്ക് വിഷയമില്ല. എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഈ സിനിമ ഇനി ഇഷ്ടപ്പെടുത്താനും പറ്റില്ല. ഞാൻ ഒരു തവണ
ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. എനിക്ക് അത് ഇഷ്ടപ്പെടാൻ പറ്റാതെ പോയിൽ എനിക്ക് സങ്കടമുള്ളൂ. ഇത് ഇങ്ങനത്തെ ലെവലിൽ ചെയ്തു വെച്ചുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വെല്ലാം കൂടി, അത്രേ പറയാനുള്ളൂ. ശരി, ടാറ്റ.